ഇന്ന് പണി കഴിഞ്ഞ് വരാനത്തെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചിട്ടാണ്. അപ്പോൾ കുറേ നാളായി പാൽ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു പാക്കറ്റ് പാലും മേടിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മ അത് പതുക്കെ ഒരു പാത്രത്തേക്കാണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാക്കറ്റ് പാല് മേടിക്കുന്നത്, ഗുഡ് ലൈഫിൻ്റെ പാല് മേടിക്കുന്നത്. അതങ്ങ് പതുക്കെ ഒരു പാത്രത്തേക്ക് വെച്ചതിന് ശേഷം ഉണ്ടല്ല നമ്മൾ ചായക്കുള്ള പരിപാടിയാണ് തുടങ്ങാൻ പോണത്. ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഉണ്ട് ഒന്ന് ചൂടായി വരാനത്ത് ഒരു ടീസ്പൂണ് പഞ്ചസാര എടുക്കും. മതിയോന്നൊരു സംശയം തോന്നുമ്പോൾ വീണ്ടും ഒരു തരിയും കൂടി ഇട്ടെടുക്കും. അപ്പോൾ വീണ്ടും ഒരു ഡൗട്ട് തരിയും കൂടി ഇടാന്ന്, അങ്ങനത്തെ ഒരു തരിയും കൂടി ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് താവുന്നപ്പോൾ ഞാൻ അന്ന് ഇളക്കി കൊടുക്കാൻ പോയി. അമ്മതേ ചായപ്പൊടി എടുക്കാൻ പോയതാണ്. അപ്പോൾ ചായപ്പൊടി ഇട്ടു. വീണ്ടും ഒരു സംശയം പോരാണ്, വീണ്ടും ഇട്ടു. ഇപ്പം ഒരു സംശയം ആളവിടെ നിൽക്കുന്നുണ്ട്, സംശയം ഒന്നും കൂടി ഇട്ടു. അപ്പോൾ ആ സംശയത്തിന് ഒരു അറുതി വന്നു. അങ്ങനെ വെറുതെ നിൽക്കണ്ടേ വെച്ചിട്ട് മീൻ ആളാവാനായിട്ട് ഇലക്കളി നമ്മൾ തുടങ്ങി. എവിടെ പോയാലും മരിപ്പരിപാടി കാണിക്കാൻ ഞാൻ എടുക്കാനാണല്ലോ. അപ്പോൾ അതെ പരിപാടി നമ്മൾ തുടങ്ങി. ഇളക്കി 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 ചായ പോകുന്നൊരു സെറ്റപ്പ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു നീ ഒന്ന് നിർത്തുന്നു. അപ്പോൾ അതവിടെ നിർത്തിച്ചത് വീണ്ടും തിളച്ച് വരുന്നു. നമ്മളെ കൈ അനങ്ങാണ്ടിരിക്കാനില്ല, വീണ്ടും ഇളക്കി തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു ഇതിൻ്റെ ഇളക്കിലൊക്കെ മതി, ആ ചായ അരിച്ച് വെക്കട്ടെ എന്ന്. അങ്ങനെ ചായക്കോട്ടെ എന്ന് ഞാനും ഒരു അരിപ്പെടുത്തങ്ങ് വെച്ച് കഴിഞ്ഞ് അമ്മതേ ചായ അരിക്കാതെ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അത് വിശന്ന് തുടങ്ങി. അപ്പോൾ വേഗം ചായ അരിച്ചുകൊണ്ട് വെച്ച് നമ്മളൊരു പൊറോട്ട എടുത്ത് കുറച്ച് ഗ്രേവിയൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടാ നമ്മുടെ പാൽ ചായ ഇരിക്കുന്നത്. നേരെ അമ്മതേ ഒരു ഗ്ലാസ് ചായ നമുക്ക് ഒഴിച്ച് തരുന്നുണ്ടാ. കണ്ട നല്ല കിടുകിട ചായ. ആ ചായ അങ്ങ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് നമ്മുടെ മീൻ ഇപ്പോൾ കണ്ട നമ്മൾ ഒരു പൊറോട്ടയും കുറച്ച് കറിയും ഇതിൻ്റെ പൊറോട്ടയിൽ നിന്ന് പീസിനെ പൊട്ടിച്ചതിന് ശേഷം ഈ ബീഫിൻ്റെ ഗ്രേവിയും ഒരു പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതെ പഞ്ഞി